അർജന്റീനയുടെ മത്സരം കാണുന്നവർക്കൊക്കെ ആദ്യം തോന്നും, ഇവർ ഗോൾ അടിക്കുമോ? അവസാന നിമിഷം വരെയും ആകാംക്ഷയും ആശങ്കയും ജനിപ്പിക്കും. സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള ക്വാർട്ടർ ഫൈനലിലും അതിന് മാറ്റമുണ്ടായില്ല. ഒടുവിൽ പതിവ് പോലെ ആരാധകരെ സന്തോഷത്തിൽ ആറാടിച്ച് മെസ്സിയും കൂട്ടരും ലോകകപ്പ് സെമിയിൽ കടന്നു. ഇക്കുറി അവസാന നിമിഷത്തിൽ ഒന്നല്ല 2 വിജയഗോൾ നേടിയാണ് അർജന്റീനയുടെ പടയോട്ടം. സ്വിറ്റ്സർലൻഡിനെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന തോൽപ്പിച്ചത്. ഈ ലോകകപ്പിൽ അർജന്റീനയുടെ അതിവേഗ ഗോളോടെയാണ് മത്സരം തുടങ്ങിയത്. 10-ാം മിനിറ്റിൽ തന്നെ സ്വിസ് ഗോൾ വല കുലുക്കി മെസ്സി പട ഞെട്ടിച്ചു. ലയണൽ മെസ്സി എടുത്ത കോർണർ കിക്ക് അലക്സിസ് മാക് അലിസ്റ്റർ വായുവിൽ ഉയർന്നു ചാടി ഒരു ഹെഡറിലൂടെ പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് തിരിച്ചുവിട്ടു. സ്കോർ 1-0. മത്സരത്തിന്റെ തുടക്കത്തിൽ അറ്റാക്കിംഗ് മോഡിലായിരുന്ന സ്വിറ്റ്സർലൻഡ് ലീഡ് വഴങ്ങിയതോടെ ആക്രമണം കടുപ്പിച്ചു. കടുത്ത ടാക്കിളുകളുമായി അവർ മുന്നേറിയെങ്കിലും അർജന്റീനയുടെ ശക്തമായ പ്രതിരോധവും ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ കിടിലൻ സേവുകളും അവരെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റി നിർത്തി. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് സ്വിറ്റ്സർലൻഡിന് ഒരു ഫ്രീ കിക്ക് അനുവദിച്ചെങ്കിലും അത് മുതലാക്കാൻ അവർക്കായില്ല. പിന്നാലെ അർജന്റീനയും ഒരു ഫ്രീ കിക്ക് അവസരം നഷ്ടപ്പെടുത്തി. ഹാഫ് ടൈമിന് വിസിൽ മുഴങ്ങുമ്പോൾ അർജന്റീന തന്നെ മുന്നിൽ 1-0. രണ്ടാം പകുതിയുടെ തുടക്കത്തിലും സ്വിറ്റ്സർലൻഡ് ആക്രമണം തുടർന്നു. ഒടുവിൽ എമിലിയാനോ മാർട്ടിനസിന്റെ പ്രതിരോധ മതിൽ തകർത്ത് സ്വിറ്റ്സർലൻഡ് ഗോൾ മടക്കി. 67-ാം മിനിറ്റിൽ പെനാൽറ്റി ബോക്സിനുള്ളിൽ നിക്കാഡോ റോഡ്രിഗസ് നൽകിയ കൃത്യമായ പാസ് ഡാൻ എൻഡോയെ കൈക്കലാക്കുകയും എമിലിയാനോ മാർട്ടിനസിന്റെ കാലുകൾക്കിടയിലൂടെ പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് അടിച്ചു കയറ്റുകയും ചെയ്തു. അർജന്റീന ആരാധകർ തലയിൽ കൈവച്ചു. സ്കോർ 1-1. എന്നാൽ തൊട്ടു പിന്നാലെ സ്വിറ്റ്സർലൻഡിന് തിരിച്ചടി നേരിട്ടു. സൂപ്പർ താരം ബ്രീൽ എംബോളോ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. മത്സരത്തിലെ 2ാം മഞ്ഞക്കാർഡ് കണ്ടതോടെയാണ് താരത്തിന് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞത്. തീരുമാനത്തിൽ അമ്പരന്ന് പോയ എംബോളോ കളിയിൽ തുടരാൻ റഫറിയോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും മൈതാനം വിട്ടുപോകാൻ താരത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെ സ്വിറ്റ്സർലൻഡ് 10 പേരായി ചുരുങ്ങി. അതുവരെ ആക്രമിച്ച് കളിച്ചുകൊണ്ടിരുന്ന സ്വിറ്റ്സർലൻഡ് പ്രതിരോധത്തിലേക്ക് പിൻവലിയേണ്ടി വന്നു. നിശ്ചിത സമയം അവസാനിക്കുന്നതിന് മുമ്പ് വിജയ ഗോളിനായി അർജന്റീന കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഒന്നും ലക്ഷ്യത്തിലെത്തിയില്ല. അതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. അധിക സമയത്തിന്റെ തുടക്കത്തിലും ഇരു ടീമുകൾക്കും സ്കോർ ചെയ്യാനായില്ല. ഇതിനിടെ അർജന്റീന താരങ്ങളായ തിയാഗോ അൽമാഡയ്ക്കും ലൗട്ടാരോ മാർട്ടിനസിനും മഞ്ഞക്കാർഡ് ലഭിക്കുകയും ചെയ്തു. എക്സ്ട്രാ ടൈമിൽ 2ാം പകുതിയിൽ അർജന്റീന കാത്തിരുന്ന ആ നിമിഷമെത്തി. പകരക്കാരനായി വന്ന ജോസ് മാനുവൽ ലോപ്പസിന്റെ അസിസ്റ്റിൽ നിന്ന് യൂലിയൻ അൽവാരസ് സ്വിസ് ഗോൾ കീപ്പർ ഗ്രെഗർ കോബലിനെ മറികടന്ന് പന്ത് വലയിലെത്തിച്ചു. ഗോൾ! അർജന്റീന ആരാധകർ സന്തോഷം കൊണ്ട് മതിമറന്ന നിമിഷം. എന്നാൽ അവിടെയും അവസാനിച്ചില്ല. സന്തോഷം ഇരട്ടിയാക്കി മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വീണ്ടും എത്തി ഒരു ഗോൾ കൂടി. തിയാഗോ അൽമാഡ നൽകിയ പാസിൽ നിന്ന് സ്വിസ് ബോക്സിലെ റീബൗണ്ട് മുതലെടുത്ത് വല കുലുക്കിയത് ലൗട്ടാരോ മാർട്ടിനസ്. സ്വിസ് പടയുടെ പെട്ടിയിലെ അവസാനത്തെ ആണി. അർജന്റീന അജയ്യരായി ലോകകപ്പ് സെമിയിലേക്ക്. സെമിയിൽ എർലിംഗ് ഹാലൻഡിനെ നോർവേയെ വീഴ്ത്തിയെത്തിയ ഇംഗ്ലണ്ടാണ് അർജന്റീനയുടെ എതിരാളികൾ. മെസ്സിയും ഹാരി കെയ്നും നേർക്ക് നേർ വരുമ്പോൾ സെമി ഫൈനലും തീ പാറുമെന്ന് ഉറപ്പ്.